വളരെ ബോറായിപ്പോയി. വളരെ ബോർ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു 10 പടത്തെ വരയ്ക്കുന്ന മൂലയ്ക്ക് ഇരിക്കുന്നത് ഇവിടെ ഇരുന്നത് എന്നെ ഒന്ന് വിളിക്കുന്നു പറയേണ്ട അവസ്ഥയിലേക്ക് പോയി. ഈ നടൻ എന്ന ലേബലിലാണ് ഞാൻ അറിയപ്പെടാൻ പോവുക. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ആക്ടർ സുധീർ. അപ്പൊ സുധീർ അപ്പൊ ഇതെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സെലിബ്രിറ്റി സോഷ്യൽ മീഡിയനകത്തും അതേപോലെ തന്നെ അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ സിനിമയിനകത്താണെങ്കിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിക്കുള്ള പോലത്തെ ഒരു പരിപാടിയാണിത്. അപ്പൊ ആ ഒരു പരിപാടിനകത്തേക്ക് നമ്മുടെ നടൻ സുധീറിനെ പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്ത ആരും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നുള്ള കാര്യം. മലയാളിയാണെങ്കിൽ മറ്റേ കൊച്ചി രാജാവല്ലേ അപ്പടം, അപ്പടത്തിനകത്ത് മറ്റേ ഡയലോഗില് ഏണ്ടാ എന്താണ് തൊന്തരപ്പെടുത്തുന്നത് എങ്കപ്പത്താലും നീ, ആ ഒരു ഡയലോഗ് പറയണ ആ പുള്ളി. അപ്പൊ ആ ഒരു പുള്ളിക്കാരനെ ഈ ഒരു പരിപാടിനകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു രീതിക്ക് അപമാനിക്കുന്ന രീതിക്കുള്ള പരിപാടി തന്നെയാണ് ആ ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറഞ്ഞത്. നമുക്ക് ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം, എന്നിട്ട് ബാക്കി പറയാം. വളരെ ബോറായിപ്പോയി. വളരെ ബോർ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു 10 പടത്തെ വരച്ചിട്ട് ആ മൂലയ്ക്ക് ഇരിക്കുന്നത് ഇവിടെ ഇരുന്നത് എന്നെ ഒന്ന് വിളിക്കുന്നു പറയേണ്ട അവസ്ഥയിലേക്ക് പോയി. വളരെ ബോറായിപ്പോയി. വളരെ ബോർ. ഇത് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് എനിക്ക് മയക്കാറുണ്ട. ഭയങ്കര മോശം. ഇവിടെ എല്ലാരും എന്താ പറയാ, എല്ലാരും വിളിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല. എങ്കിലും ഒരു മൈൻഡ് കാണിക്കണ്ടേ. വളരെ സന്തോഷം. ഇങ്ങോട്ട് അവനെ ആരുടെ തന്നെ എനിക്ക് സീറ്റ് വിഷയമല്ല. എവിടെ ഇരുന്നാലും വിളിക്കണം, പേര് വിളിക്കണം. ബാക്കിൽ നിന്ന് വിളിച്ചല്ലോ, ബാക്കിൽ ഇരിക്കുന്ന ഒരു സെലിബ്രിറ്റി അല്ലെന്ന് കരുതരുത്. സെലിബ്രിറ്റിക്ക് ബാക്കിൽ ഇരിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സെലിബ്രിറ്റീസ് കം ഔട്ട് ടു ദ ഫ്രണ്ട്. ഐ ആം നോട്ട് സെലിബ്രിറ്റി, ഐ ആം ഹ്യൂമൻ. വളരെ മോശമായിട്ട്, വളരെ മോശം. ബോറ് പരിപാടിയാണ് പുള്ളി. എന്ത് പരിപാടിയാണെന്ന് നോക്കണേ. അതായത് ഒരാളെ വിളിച്ചു വരുത്തി അവിടെ അതായത് അയാൾ ഇരിക്കണാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ബാക്കി ഇപ്പൊ നമ്മൾ നോക്കണെങ്കിൽ ഇവര് മറ്റേ തൊപ്പിയുടെ അച്ചായനെയൊക്കെ അവിടെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അഞ്ജന മോഹൻ എന്ന് പറഞ്ഞാൽ മറ്റേ നാൻസി ആ ഒരു സീരീസ് വഴിയാണ് എനിക്ക് ഈ പുള്ളിക്കാരനെ അറിയാവുന്നത്. ആ ഒരു സീരീസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മാത്രമാണ് എനിക്ക് ഈ പുള്ളിക്കാരനെ അറിയാവുന്നത്. അല്ലാണ്ട് വേറെ എനിക്ക് ഇവരൊന്നും അറിയൂല. ഇപ്പൊ ഈ അച്ചായൻ എന്ന് പറയുന്ന പുള്ളിയാണെങ്കിലും ആ തൊപ്പിയുടെ കൂടെ അത്യാവശ്യം നടന്ന് അങ്ങനെ ഫേമസ് ആയ ഒരാളാണ്. പക്ഷെ ഈ പുള്ളി നമ്മുടെ സുധീറിന്റെ കാര്യം പറഞ്ഞാൽ പുള്ളി ഒരു ആക്ടറുമാണ് പുള്ളി. അതുപോലെ തന്നെ അത്യാവശ്യം 100 പടത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അത്രത്തോളം ഒരു ആൾക്കാർക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ അവിടെ ഉണ്ടായിട്ട് പുള്ളിക്ക് അത് കൊടുക്കാണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും സോഷ്യൽ മീഡിയനകത്തൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാണിച്ച് വൈറലായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബോറ് പരിപാടി തന്നെയാണ് അവർ കാണിച്ചത്. അപ്പൊ അത് തന്നെ നമുക്ക് ഒരിക്കലും അവരെ ഒരു കാരണം വെച്ചാൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ആക്ടർ സുധീറിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളി ആ ഒരു സ്റ്റേജിനകത്തേക്ക് കയറി വന്ന് ഈ സാധനം ചോദിച്ചു മേടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാനാർന്ന പുള്ളിക്കാരനൊരു എന്റെ പോലെ പുള്ളിക്കാരൻ ചെയ്യണോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാനാർന്ന പുള്ളിക്കാരന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ മേടിക്കൂല. അത് അവരുടെ ആ ഒരു സാധനം വേണ്ടാന്ന് പറയും. കാര്യം അവരുടെ റെസ്പെക്ട് നമുക്ക് തന്നില്ലെങ്കിൽ നമ്മൾ അവർക്കും റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് അത് മേടിക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാം. അതൊക്കെയാണ് ഞാൻ ചെയ്യുക പുള്ളിക്കാരൻ്റെ ഭാഗത്ത് ഞാനാണെങ്കിൽ. പക്ഷെ പുള്ളിക്കാരൻ അതല്ല, അവിടെ ചെന്ന് കയറി ചോദിച്ച് മേടിച്ചു. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ്റെ ഇഷ്ടം, പുള്ളിക്കാരൻ അത് ചോദിച്ച് മേടിച്ച് എന്തായാലും അത് മേടിച്ച്. അപ്പൊ ഇനി നമുക്ക് അച്ചായൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അച്ചായനും അച്ചായൻ്റെ ഭാര്യയും കൂടെ ഉള്ള കുറച്ച് അവിടെ വന്നിട്ടുണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ നടൻ എന്ന ലേബലിലാണ് ഞാൻ അറിയപ്പെടാൻ പോവുക. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള ലെവലിലേക്ക് എത്താൻ വേണ്ടിട്ട് തന്നെയാണ്. അതാണ് ഈ കഷ്ടപ്പാടെല്ലാം പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അച്ചായം വിവാദമായിട്ട് ഭയങ്കര വേറെ കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ വേറെ നടക്കുന്നുണ്ടായില്ല. അച്ചായം മറ്റേ ഏതോ വേറെ ഭാര്യയെന്നോ അങ്ങനെ എന്താണെങ്കിലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി അധികം അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായില്ല ആ ഒരു വിഷയത്തിനെ പറ്റി. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല. അപ്പൊ എന്തായാലും പുള്ളിക്ക് നടനാവണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നടനാവട്ടെ, അതിനു വേണ്ടി തന്നെയാണ് പുള്ളിക്കാരൻ ഈ പെടാപ്പാട് മൊത്തം പെടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സുധീറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് അതിന്റെ മാനേജ്മെന്റിന്റെയും അതേപോലെ തന്നെ അതിന്റെ ഭാഗത്തു നിന്നാണ് മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക്
പുറത്തേക്ക് വന്നേക്കുന്നത്. പിന്നെ നമ്മളിവിടെ എടുത്ത് നോക്കേണ്ട ഒരു കേസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആങ്കറിന്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ഒരു സംഭവം. ആങ്കർ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു അപ്പോളജി പറഞ്ഞ് അതിനെ സോറി പറഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്കുക. ഒരു വിഷയം അവിടെ തീർക്കാനല്ല ആങ്കർ നോക്കുന്നത്. ആങ്കർ പിന്നെയും കയറി വള്ളി പിടിക്കാനാണ് നോക്കുന്നത്. ആങ്കർ പിന്നെ പറയുന്നു നിങ്ങൾ വിളിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് കയറി ഇരിക്കണമായിരുന്നു, എന്താണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു വേദിനകത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും സെലിബ്രിറ്റീസ് എല്ലാവരും ഫ്രണ്ടിലേക്ക് കയറിയിരിക്കും, മറ്റിടത്തേക്ക് കയറിയിരിക്കും എന്നൊക്കെ പറയുന്നത് അത്ര നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഇഷ്ടമാണ്. അവർ ആ ഒരു പരിപാടിനകത്ത് വരുമ്പോഴത്തേക്കും അവിടെ സീറ്റ് ഉള്ളവർക്ക് ഇരിക്കാൻ എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് സീറ്റ് ഇട്ടേക്കണത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് മാറിയിരിക്കും അങ്ങോട്ട് മാറിയിരിക്കും എന്നൊക്കെ പറയാനായിട്ട് അത് അത്ര ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമായിട്ടൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. അപ്പൊ ഇവരുടെ ഇഷ്ടമാണ്, പിന്നെ ഇവർ എവിടെ ഇരിക്കണം അത് പിന്നെ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇവര് വിളിക്കാണ്ട് അവസാനം ഈ പുള്ളി പറയുന്നത് കേട്ടല്ല, അതായത് എനിക്ക് തരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളിക്ക് കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതേസമയം അവിടെ ബാക്കിയുള്ളവരേക്കൊക്കെ വിളിച്ചു തന്നെ കൊടുക്കുന്നുണ്ടായി. മറ്റേ അഞ്ചര മോനാണെങ്കിലും അല്ലെങ്കിൽ വേറെ പല എനിക്കൊന്ന് കണ്ടിട്ട് തീരെ മനസ്സിലാവാത്ത ഇഷ്ടം പോലെ പേർക്കൊക്കെ ഇവര് മേടിച്ച് ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്ത ഇവര്, ഞാൻ അവരുടെ ഫേസ് ഒന്നും കൂടെ എടുത്ത് വെക്കുന്നില്ല, അപ്പൊ അവർക്കൊക്കെ കൊടുത്ത ഇവര് എന്തുകൊണ്ട് ഇത്രയും സിനിമയിനകത്തൊക്കെ അഭിനയിച്ച് ഇത്രയും ഫേസ് വാല്യൂ ഉള്ള പുള്ളിക്കാരന് കൊടുത്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. പുള്ളിക്കാരൻ എന്തായാലും ഈ അടുത്തൊന്നും ഞാൻ പടത്തിനകത്ത് കണ്ടല്ല, പക്ഷെ നമ്മളിപ്പോൾ പല ക്ലാസിക് സിനിമകൾ എടുത്ത് നോക്കിയാലും അതിനകത്തൊക്കെ നമുക്ക് പുള്ളിക്കാരനെ വില്ലനായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കാണ്ടിരുന്നത് മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരു രീതിക്കും അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇനി അച്ചായൻ തന്നെ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അച്ചായന്റെ എന്താ പറച്ചിലും അല്ലെങ്കിൽ അച്ചായന്റെ കുറച്ച് ചേഷ്ടകളൊക്കെ കൂടെ നമുക്കൊന്ന് കണ്ടുപോകാം. ഓക്കെ, അപ്പൊ അച്ചായൻ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. അച്ചായൻ എന്തായാലും ഹാപ്പിയാണ്. പിന്നെ ആരാണ് കൂടെ ഹാപ്പി അല്ലാത്തത് അത് എനിക്ക് മനസ്സിലാവുള്ള. ഹാപ്പി അല്ലാത്ത എനിക്ക് തോന്നുന്നു സുധീർ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. പുള്ളിക്കാരനാണല്ലോ അതിനൊരു സംഭവം കിട്ടാഞ്ഞിട്ട് ചോദിച്ച് മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പൊ പുള്ളിക്കാരൻ എന്തായാലും ഹാപ്പി ആയിരിക്കുമല്ലോ. ബാക്കി എല്ലാവരും നല്ല ഹാപ്പിയാണ് ആ ഒരു പരിപാടിനകത്ത് എന്തായാലും. അപ്പൊ ഇതേപോലുള്ള പരിപാടികൾ ഇപ്പൊ നമ്മൾ ഇഷ്ടംപോലെ വേറെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതേപോലത്തെ പരിപാടികൾ ഇത് ആദ്യമായിട്ടുള്ള ഒരു സംഭവം ഒന്നും അല്ല ഇത്. പല സെലിബ്രിറ്റീസിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി അപമാനിക്കുന്ന രീതിക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിന് മുന്നേയും നമ്മൾ അതിന്റെ അവസാനം സെലിബ്രിറ്റീസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും അത് അങ്ങനത്തെ പല രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരിക്കലും ആദ്യമായിട്ടുള്ള സംഭവം ഒന്നല്ല. പക്ഷെ എന്നാലും ഇത് തീർച്ചയായിട്ടും ഒരു മോശമായിട്ടുള്ള കാര്യം തന്നെയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ യു. ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ അത് എനിക്ക് മൈൻഡ് ഭയങ്കര മോശം. ഇവിടെ എല്ലാരും എന്താ പറയാ എല്ലാരും വിളിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല. എങ്കിലും ഒരു മൈൻഡ് കാണിക്കട്ടെ. വളരെ സന്തോഷം. കൂടെ അവനെ ആണോ തന്നെ എനിക്ക് സെലിബ്രിറ്റി സീറ്റ് വിഷയമല്ല. എവിടെ ഇരുന്നാലും വിളിക്കണം, പേര് വിളിക്കണം. ബാക്കിൽ വരും. വിളിച്ചല്ലോ ബാക്കി ഇരിക്കുന്ന ഒരു സെലിബ്രിറ്റി അല്ലെന്ന് കരുതരുത്. ഓക്കെ, ബാക്കിലിരിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സെലിബ്രിറ്റീസ് കം ഓൺ ടു ദ ഫ്രണ്ട് എന്ന്. സെലിബ്രിറ്റി വളരെ മോശമായിരുന്നു, വളരെ മോശം. We are really sorry about what happened, Sudhir. സോഷ്യൽ മീഡിയ ആക്ടറാണ്. എന്താണ്